UAPA ചുമത്തിയത് നീതീകരിക്കാനാകില്ലെന്ന് പ്രകാശ് കാരട്ട്. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നും UAPA ദുരുപയോഗം ചെയ്യരുതെന്നാണ് CPIM നിലപാടെന്നും പ്രകാശ് കാരട്ട് കൊച്ചിയിൽ പറഞ്ഞു. അതേസമയം UAPA ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ കോപ്പിയടിയിലൂടെ റാങ്ക് പട്ടികയിൽ ഇടം നേടിയ PSC സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന് ക്രൈംബ്രാഞ്ച്. പരീക്ഷയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടില്ലെന്നും പ്രതികളായ 3 പേരെ ഒഴിവാക്കി മറ്റുള്ളവർക്ക് നിയമനം നൽകുന്നതിന് തടസ്സമില്ലെന്നും ക്രൈംബ്രാഞ്ച് PSCക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇനി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് PSC ആണ്. പ്രതികളായ ശിവരഞ്ജിത്ത്, നസീം, പ്രണവ് എന്നിവരെ ഒഴിവാക്കി മറ്റുള്ളവർക്ക് നിയമനം നൽകുന്നതിൽ തടസ്സമില്ല. പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയാണെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ചിലർ ക്രമക്കേട് നടത്തിയെന്ന കാരണത്താൽ റാങ്ക് പട്ടികയും പരീക്ഷയും റദ്ദാക്കുന്നതിനെതിരെ മറ്റുദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നിരുന്നു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം പകരുകയാണ്. KAP കാസർഗോഡ് ബറ്റാലിയൻ റാങ്ക് പട്ടികയിൽ പ്രതിയായ ശിവരഞ്ജിത്തായിരുന്നു ഒന്നാമൻ. യൂണിവേഴ്സിറ്റി കത്തുകുത്ത് കേസിൽ പ്രതിയായതോടെയാണ് PSC പരീക്ഷയിൽ കോപ്പിയടി നടന്നതായി വ്യക്തമായതും പിന്നീട് അന്വേഷണം നടന്നതും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പാട്ടഭൂമി വിഷയത്തിൽ നിയമനിർമ്മാണം പരിഗണനയിലെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ഹാരിസൺ മലയാളം കമ്പനിക്ക് ഒരു കോടതിയും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകിയിട്ടില്ല. ഭൂമി സർക്കാരിന്റേത് തന്നെയെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കാലാവധി പൂർത്തിയായിട്ടും പുതുക്കാൻ കൂട്ടാക്കാത്ത ആളുകളുടെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ അത്തരം ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള നിയമപരമായ നടപടി സ്വീകരിക്കുമ്പോഴുള്ള തടസ്സമാണ് ചില വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ വിഷയങ്ങളിൽ ആവശ്യമായ രീതിയിലുള്ള നിയമനിർമ്മാണത്തിലുള്ള സാധ്യത കൂടി ആലോചിക്കാവുന്നതാണ്. UAPA ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ ആളിനെയും താഹയെയും ചോദ്യം ചെയ്യലിനായി പ്രോസിക്യൂഷൻ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകില്ല. ഇരുവരെയും ജയിൽ മാറ്റില്ലെന്ന് ജില്ലാ ജയിൽ സൂപ്രണ്ട് അറിയിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, ഈ UAPA കേസിലെ പ്രതികളുടെ ജയിൽ മാറ്റം ഉടൻ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? മേഘ, കേൾക്കാമോ? പ്രിയ, മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ജയിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിലേക്കോ ഒപ്പം കണ്ണൂർ ജയിലിലേക്കോ മാറ്റണമെന്ന ഒരാവശ്യം ജയിൽ സൂപ്രണ്ട് ജയിൽ DGPയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ കസ്റ്റഡി അപേക്ഷകൾ ഉൾപ്പെടെ ഉള്ള സാഹചര്യത്തിൽ ജയിൽ മാറ്റേണ്ടതില്ല. കോഴിക്കോട് ജില്ലാ ജയിലിലാണ് നിലവിൽ പ്രതികൾ ഉള്ളത്. ഒരു സുരക്ഷാ പ്രശ്നവും നിലവിൽ ഈ ജയിലിലില്ല. മാത്രമല്ല, ഈ പ്രതികൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നതാണ് ഋഷാ സിംഗ് സൂപ്രണ്ടിന് അയച്ചിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ വിയൂർ ജയിലിലേക്കോ അല്ലെങ്കിൽ കണ്ണൂർ ജയിലിലേക്കോ മാറ്റിയാൽ അത് യാത്രാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളത് കൊണ്ട് തന്നെ അത് ബാധിക്കും എന്ന തരത്തിൽ ഉൾപ്പെടെ തന്നെ ഈ കത്തിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികളെ നിലവിൽ മാറ്റില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അതായത് ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ തെളിവെടുപ്പിനും കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. കൂടുതൽ തെളിവുകൾ, അതായത് ലഘുലേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതികളുടെ കയ്യിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് തെളിവുകൾ കൂടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതായത് താഹയുടെ ലാപ്ടോപ്പിന്റെയും ഒപ്പം തന്നെ അലന്റെ മൊബൈൽ ഫോണിന്റെയും ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഉൾപ്പെടെയുള്ളവ ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ജയിൽ മാറ്റം, അതായത് സൂപ്രണ്ടിന്റെ ജയിൽ മാറ്റം എന്നൊരു ആവശ്യം അത് വേണ്ട എന്ന നിലപാടിൽ കൂടിയാണ് ഇപ്പോൾ ജയിൽ DGP ഉള്ളത്. പ്രിയ, ശരി. UAPA ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ ആളിനെയും താഹയെയും ചോദ്യം ചെയ്യലിനായി പ്രോസിക്യൂഷൻ ഇന്ന് കസ്റ്റഡിയിൽ അപേക്ഷ നൽകില്ല. ഇരുവരെയും ജയിൽ മാറ്റില്ലെന്നും ജില്ലാ ജയിൽ സൂപ്രണ്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളാണ് മേഘ നൽകിയത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികം പ്രകാശ് കാരട്ട് സംസാരിക്കുന്നു. അതിലേക്ക്. They all joined the Communist Party.
So the best, most militant, conscious fighters belonging to different streams of the freedom struggle, they joined the Communist Party, including Bhagat Singh himself declared himself to be a socialist. And after he was hanged, his other colleagues, Shiv Varma, Pandit Kishori Lal and others joined the Communist Party. 1930കളുടെ സവിശേഷത എന്നത് ഏറ്റവും പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന പോരാളികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന്റെ കാഴ്ചയാണ് നാം കണ്ടത്. വിവിധ വിപ്ലവ ഗ്രൂപ്പുകൾ ആ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധം സ്ഥാപിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് അവർക്ക് താല്പര്യം തോന്നി. ഗാന്ധിയൻ സമരരീതിയോടുള്ള അവരുടെ പൊതുവിലുള്ള എതിർപ്പും ഇതിന് കാരണമായിരുന്നു. ഗദർ പാർട്ടി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ സന്ദർഭത്തിൽ നാം ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പാർട്ടിയാണ്. അങ്ങനെയാണ് ബോംബെയിലും അതുപോലെ തന്നെ കാൺപൂരിലും ലാഹോറിലും കൽക്കട്ടയിലും ഒക്കെയുള്ള പ്രധാന നഗര കേന്ദ്രങ്ങളിൽ ഒക്കെയുള്ള ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഗ്രൂപ്പുകൾ അവർ കമ്മ്യൂണിസ്റ്റുകാർ ആയി മാറുന്നത് അങ്ങനെയാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്നുള്ളത് സോഷ്യലിസമായിരുന്നു. കേരളത്തിന്റെ കാര്യമെടുത്താൽ സഖാക്കൾ പി കൃഷ്ണപിള്ള, EMS, AKG തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കന്മാർ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടമാകാൻ തുടങ്ങി എന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഭഗത് സിംഗ് തന്നെ പിന്നീട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ശിവവർമ്മയാണെങ്കിലും കിഷോരിലാൽ ആണെങ്കിലും ഒക്കെ ആ പോരാളികളെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും പ്രത്യയശാസ്ത്രത്തോടും കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നതാണ് 1930കളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. It was the communists who explained what Purna Swaraj means, complete independence means. Purna Swaraj would become complete independence only if the social and economic emancipation of the Indian masses takes place, of the peasantry, of the working class. The socio-economic content of Swaraj, that is what the communists focused upon. And they organized the working class and the peasantry on these lines. And it is because of these efforts that we find the big upsurge among the Indian people after the end of the Second World War, the post-war upsurge, where we saw the heroic struggles, the anti-imperialist and anti-feudal struggles, the Telangana armed struggle, which went on for 5 years, which liberated more than 6,000 villages from the rule of the landlords and the Nizam, the Tebaga struggle in Bengal, the Punapra Vailar struggle and the North Malabar peasant struggles in Kerala, the Varli Adivasi revolt in Maharashtra, the Surma Valley struggle, big peasant struggle which is now most of it lies in Bangladesh, and finally the Royal Indian Naval Mutiny, where the sailors of the Royal Indian Navy revolted and put up flag, Congress flag, the Muslim League flag and the red flag, the communist flag. They flew these 3 flags on the ships, and it is this revolt of the Navy that finally made the British realize they cannot control India anymore. പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്താണ് എന്നും ആ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വിശദീകരിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യം എന്നുള്ളത് പൂർണ്ണ സ്വാതന്ത്ര്യമാകണമെന്നും, പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സ്വാതന്ത്ര്യം. ആരുടെ സ്വാതന്ത്ര്യം? രാജ്യമെന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഇടപെടലാണ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അതിന്റെ ആവേശകരമായ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് 2ാം ലോക യുദ്ധാനന്തരം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്തരം പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നത്. തെലങ്കാന സമരം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. 6000 ഗ്രാമങ്ങളാണ് തെലങ്കാന സമരത്തിന്റെ ഭാഗമായി ആന്ധ്രയിൽ മോചിപ്പിക്കപ്പെട്ടത്. പുന്നപ്രവയലാർ സമരം, കേരളത്തിൽ നടന്ന പുന്നപ്രവയലാർ സമരം, വടക്കൻ മലബാറിലെ കാർഷിക കലാപങ്ങൾ,
തേബാഗ എന്ന് പറയുന്ന നമ്മുടെ മഹാരാഷ്ട്രയിലെ തേബാഗ സമരം, അല്ല ആന്ധ്രയിലെ തേബാഗ സമരം, മഹാരാഷ്ട്രയിലെ വർലി സമരം, അതുപോലെ സുർമ വാലി, അതിപ്പോൾ ബംഗ്ലാദേശിലാണ്. ഇവിടെയെല്ലാം കർഷകരുടെ വളരെ വലിയ പോരാട്ടങ്ങൾ ഉണ്ടായി. ആ പോരാട്ടങ്ങളെ എല്ലാം പ്രചോദിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ വളരെ പ്രതിബദ്ധമായ ഈ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നത് നാം കാണണം. ഇത് ചെന്ന് അവസാനിച്ചത് ഇന്ത്യൻ നാവിക കലാപത്തിലാണ്. ഇന്ത്യൻ നാവിക കലാപത്തോടുകൂടി നാവികരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവർ കപ്പലുകളിൽ കലാപം ഉണ്ടാക്കുക മാത്രമല്ല, അവർ 3 കൊടികൾ അവിടെ കെട്ടി. 1 കോൺഗ്രസിന്റെ, 2 മുസ്ലിം ലീഗിന്റെ, 3 നമ്മുടെ ചെങ്കൊടിയും കെട്ടുന്ന കാഴ്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കാണുകയുണ്ടായി. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബഹുജന പങ്കാളിത്തത്തെ സത്യത്തിൽ ഏറ്റവും ശക്തമായി അതിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ചരിത്രത്തിൽ ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയില്ല. After independence, it is the communists who have striven continuously to see that there is an agenda for social and economic change, for land reforms, for ensuring that inequality is ended, for ensuring that India becomes, in the real terms, a democratic, secular, and eventually a socialist republic. This is what the communists have fought for after independence. We have seen how, when the communists came to power first time in Kerala in 1957, land reforms were implemented. Subsequently, land reforms were implemented in Bengal and Tripura because of the left-led governments which came to power there. We saw that in India, to make it truly a federal republic, that India is a union of states, it is the communists who fought for reorganization of states on linguistic lines. Whether it's Aikya Kerala, whether it's Samyukta Maharashtra, whether it is Vishal Andhra or Maha Gujarat, to reorganize the whole of India by creating states on the linguistic principle. The leadership of that movements in Andhra, in Kerala, in Maharashtra, in Karnataka, in all these places, it was the communists who first raised the slogan that we must have states based on the linguistic nationality principle. And therefore the communists have played an important role in democratizing the Indian state, in creating a more federal structure and continuing the struggle for the socio-economic rights of the people. സ്വാതന്ത്ര്യത്തിന് ശേഷവും കമ്മ്യൂണിസ്റ്റുകാർ വളരെ വലിയ പങ്കാണ് ഇന്ത്യയിലെ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. സാമൂഹ്യ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണത്തിലൂടെ നടക്കൂ എന്ന് നമുക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മുദ്രാവാക്യങ്ങൾ നമ്മൾ ഉയർത്തിയത്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കാൻ അവസരം കിട്ടിയ സന്ദർഭത്തിലെല്ലാം നാം അത് ചെയ്തു. അതുകൊണ്ടാണ് 1957 അധികാരത്തിൽ വന്ന കേരളത്തിലെ ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടിൽ തുടക്കം കുറിച്ചത്, ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. ബംഗാളിലും നമ്മൾ ഇത് തന്നെ ചെയ്തു. ത്രിപുരയിലും നമുക്ക് അവസരം കിട്ടിയ 3 സ്ഥലത്തും നാം ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ഒരു മതനിരപേക്ഷ ജനാധിപത്യ സാമ്പത്തിക സ്വാശ്രയത്വമുള്ള ഒരു രാജ്യം എന്താണ് എന്നതിന്റെ നിർവചനത്തിൽ അവശ്യം വരേണ്ട ഒരു കാര്യമാണ് ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവരുടെ സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിലപാടുകൾ നമ്മൾ രൂപീകരിച്ചത്. ഒരു ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ സംസ്ഥാനങ്ങളുടെ, നല്ല അധികാരമുള്ള സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ആകണം, യൂണിയൻ ആകണം ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ, നമ്മുടെ ഭരണഘടന അങ്ങനെ നിർവചിച്ചപ്പോൾ, സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലും പ്രക്ഷോഭങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ വളരെ വലിയ പങ്ക് വഹിച്ചു. ഐക്യ കേരളമായിക്കോട്ടെ, സംയുക്ത മഹാരാഷ്ട്രയായിക്കോട്ടെ, വിശാല ആന്ധ്ര പ്രക്ഷോഭമായിക്കോട്ടെ, മഹാ ഗുജറാത്ത് പ്രക്ഷോഭമായിക്കോട്ടെ, കർണാടക സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി ഉള്ള പ്രക്ഷോഭമായിക്കോട്ടെ, കേരളത്തിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും എല്ലാം സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ, ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന്റെ പ്രക്ഷോഭങ്ങളുടെ മുൻപന്തിയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് ദേശീയതയ്ക്ക് പുതിയ മാനം ആ സന്ദർഭത്തിൽ കൈവരുത്തുന്നതിൽ നമ്മൾ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. ഫെഡറലിസത്തിന് ശക്തി പകരാൻ നാം വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് കൂടുതൽ അഗാധമായ തലങ്ങൾ സമ്മാനിക്കുന്നതിൽ, ജനാധിപത്യത്തെ കുറെ കൂടി വിശാലമാക്കുന്നതിലെല്ലാം
കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഈ പോരാട്ടങ്ങളുടെ എല്ലാം ഒരു ചരിത്രപരമായ അതിന്റെ ഇതിവൃത്തം പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. The Congress party which took power in the new Indian state, they represented the alliance of the bourgeoisie and the landlords, which was the character of our state, a bourgeois landlord state. And therefore, they betrayed all the promises made during the freedom struggle to end landlordism. Instead of ending landlordism, they compromised with landlordism. That is why the Communist Party had to fight such a sustained struggle against landlordism, to end big landlordism and to see that land is distributed to land reforms to the landless people. This struggle was against the stand taken by the Congress governments in the center and the states at that time. സ്വാതന്ത്ര്യാനന്തരമുള്ള നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിന്റെ സമീപനങ്ങൾ ജനവിരുദ്ധമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ വാഗ്ദാനം ചെയ്തിരുന്ന എല്ലാം സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കപ്പെടുകയോ ജനങ്ങളെ വഞ്ചിക്കുകയോ ചെയ്യുന്നത് നാം ആ സന്ദർഭത്തിൽ കണ്ടു. അതുകൊണ്ടാണ് ഭൂപരിഷ്കരണം എന്ന നിലപാട് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകാതിരുന്നത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടി തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ വലിയ സമരങ്ങൾ നടത്തേണ്ടി വന്നത്, പ്രക്ഷോഭങ്ങൾ നയിക്കേണ്ടി വന്നത്. നമ്മൾ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ മാത്രം അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അത് കോൺഗ്രസിന്റെ ഈ നിലപാടുകളുമായി ബന്ധപ്പെട്ടാണ്. ജന്മിത്വവുമായി യഥാർത്ഥത്തിൽ അവർ സന്ധി ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ കോൺഗ്രസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ ഭൂപ്രഭു സഖ്യം. നമ്മുടെ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ബൂർഷ്വാ ഭൂപ്രഭു സഖ്യമാണ് നമ്മുടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ബൂർഷ്വാ ഭൂപ്രഭു സഖ്യത്തെ നിലനിർത്താൻ അതിന്റെ ഭാഗമാകുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തതെങ്കിൽ അതിനെ എതിർക്കാനും അതിന് എതിരായി ജനങ്ങളെ സംഘടിപ്പിക്കാനും ഇതിനെല്ലാം എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചത് എന്നതും നാം ഈ സന്ദർഭത്തിൽ കാണേണ്ടതാണ്. Even the formation of linguistic states in India, the Congress party opposed or resisted this demand. The Nehru government would not accept that states should be reorganized on linguistic lines. As early as 1920, the Congress party had reorganized the Pradesh Congress committees on linguistic lines. Gandhiji had got it done. They had promised that after independence, there will be states based on linguistic principles. But after coming to power, because of the interests of big business, they said, no, this will not be useful. This will be harmful for Indian unity. So whether it's in Andhra Pradesh, whether it's in Maharashtra, in all these states, communists led the struggle for linguistic states. This is history I don't want to go into. In one day in Bombay, the Morarji Desai government, he was the chief minister, shot dead 90 people in the Samyukta Maharashtra movement who were fighting for Maharashtra state on linguistic lines. But it was this big mass movements led by the communists compelled finally the Congress government to reorganize the states on linguistic lines. Is it 90 or 19? 90 or 90? Yeah. ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഇതേ നിലപാട് തന്നെയാണ് തുടർന്നത്. കോൺഗ്രസ് ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എത്രയോ നേരത്തെ 1920 തന്നെ ഗാന്ധി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളെ ഭാഷാ സംസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ അവരുടെ പാർട്ടി കമ്മിറ്റികൾ അങ്ങനെ പുനഃസംഘടിപ്പിച്ച അതേ കോൺഗ്രസ് 1947 അധികാരത്തിൽ വന്നതിന് ശേഷം ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ എതിർക്കുകയാണ് ചെയ്തത്. അതിന് കാരണം വൻകിട ബിസിനസ് താല്പര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവരതിനെ എതിർത്തത്, അവരുടെ ഗവൺമെന്റുകൾ എതിർത്തത്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും എല്ലായിടത്തും ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനും സംസ്ഥാന പുനർസംഘാടനത്തിനും നെഹ്റു ഗവൺമെന്റ് എതിർക്കുകയാണ് ചെയ്തത്. ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളെ ഈ സന്ദർഭത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരൊറ്റ ദിവസം മൊറാർജി ദേശായി എന്ന് പറയുന്ന അന്നത്തെ ബോംബെയിലെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്തത് ഈ ഭാഷാ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി പോരാടിയ 90 പേരെയാണ് ഒരൊറ്റ ദിവസം സമരത്തിന്റെ ഭാഗമായി വെടിവെച്ചു കൊന്നത് എന്നതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ്.
Now, when we look back at the role of the communists in the freedom struggle, in the anti-imperialist struggle, which was a glorious chapter in our history of the Communist Party, it stands in stark contrast to the role of the Rashtriya Swayamsevak Sangh and the Hindutva forces during the freedom struggle. You will not find any history, any record of any RSS leader having been put on trial during the freedom struggle for fighting against the British and being sentenced to jail. You won't find a single case. While in our case, in our history, every communist leader of the pre-independence generation have spent years and years of jail. Comrade AKG spent a total of 11 years in jail. The entire Politburo of the CPI, the 9 Politburo members of the CPI, if you look at their jail record before independence, you know the total number of jail years, 42 years for 9 people they have spent. This is the record of the communists. But you won't find any RSS man, any RSS leader having participated in the freedom struggle and having gone to jail. സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്കിന് നേർ വിപരീതമായ ഒരു പങ്കാണ് RSS വഹിച്ചത്. RSS നാം ചരിത്രത്തിന്റെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ, രേഖകൾ പരിശോധിച്ചാൽ എവിടെയും RSSന്റെ ഒരു നേതാവ് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു RSS നേതാവും വിചാരണ ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം തീർത്തും വിഭിന്നമാണ്. നാം നേർ വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ പാർട്ടിയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ പാർട്ടി നേതാക്കന്മാരും ജയിലുകൾക്കുള്ളിൽ വർഷങ്ങളോളം കടന്നു. സഖാവ് AKG 11 കൊല്ലക്കാലമാണ് ജയിലിൽ കടന്നത്. CPIMന്റെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായിരുന്ന 9 സഖാക്കൾ, ആ 9 സഖാക്കൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി എത്ര കാലം ജയിലിൽ കടന്നു എന്ന് നോക്കിയാൽ 42 വർഷം നമ്മുടെ ഈ 9 PB അംഗങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരു വലിയ പങ്ക് വഹിച്ചതും ത്യാഗമനുഭവിച്ചതും എന്ന കാര്യം ചരിത്രത്തിൽ നിസ്തർക്കമായിട്ടുള്ള വസ്തുതയാണ്. Why is it that the RSS did not participate in the independence movement, in the freedom struggle? It was not an accident. They consciously decided not to be part of the national movement. Why is that so? It is because of their Hindutva communal ideology. They said, we do not want to be in any freedom struggle along with the Muslims. There should be no Hindus and Muslims together fighting for freedom. For them, it was not the British who were the main enemy. It was the Muslims. Their concentration was how to fight Muslims. They were not bothered about British. This was the outlook, ideological outlook. For them, it was, we must go back to our ancient Hindu glory, the empire of Chandragupta Maurya. That time we must go back, when there were no Muslims. So we do not want to have any freedom along with the Muslims, because they believed in the two-nation theory, which Savarkar had advocated. We are two different nations. So they opposed the Congress national movement. They opposed Gandhiji when he said Hindu-Muslim unity should be the bedrock of the national movement. This is why they kept out of the freedom struggle. സ്വാതന്ത്ര്യ സമരത്തിൽ RSS പങ്കെടുക്കാതിരുന്നത് അവിചാരിതമായി ഉണ്ടായതല്ല, ബോധപൂർവമായ ഒരു ഒഴിഞ്ഞുപോക്കാണ്. അതിന് കാരണം ഹിന്ദു പ്രത്യയശാസ്ത്രത്തിന്റെ അടിവേര് നാം ആ കാര്യത്തിൽ പരിശോധിക്കണം. മുസ്ലിങ്ങളുമായി ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഒരു സന്ദർഭത്തിലും RSSന് താല്പര്യമുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളില്ലാത്ത ഒരു സ്വാതന്ത്ര്യ സമരവും രാജ്യവുമാണ് അവർ പ്രതീക്ഷിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ പുരാതനമായ ഒരു ഹിന്ദു രാജ്യത്തേക്ക്, ചന്ദ്രഗുപ്ത മൗര്യന്റെ പുരാതനമായ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് RSS തീരുമാനിച്ചിരുന്നത്.
ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണകാലത്ത് സ്വാഭാവികമായി മുസ്ലിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒരു മുസ്ലിം ഇല്ലാത്ത ഇന്ത്യയെക്കുറിച്ചായിരുന്നു അവരുടെ സ്വപ്നം. അതുകൊണ്ടാണ് അവരതിൽ പങ്കെടുക്കാതിരുന്നത്. സവർക്കറുടെ ദുരാഷ്ട്രവാദത്തിൽ അവർ താല്പര്യം കാണിക്കുകയും അതിന്റെ പ്രചാരകരായി മാറുന്നതിന്റെ പിന്നിലും ഉള്ള കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദു വർഗീയ ഫാസിസത്തിന്റെ നിലപാട്, ഹിന്ദു വർഗീയവാദത്തിന്റെ നിലപാട്, ആ പ്രത്യയശാസ്ത്രത്തിന്റെ നിലപാട് ഗാന്ധി എടുത്ത നിലപാടിൽ നിന്നും നേർവിപരീതമായിരുന്നു. ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്, ലക്ഷ്യം കണ്ടിരുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശില എന്നുള്ളതാണ്. അതാണ് ഗാന്ധി വിരോധത്തിനും RSSനെ പ്രേരിപ്പിക്കാനുള്ള ഒരു കാരണം. As far as Savarkar is concerned, who is known as the father of the concept of Hindutva, in 1923 he wrote a book on Hindutva. What is his record? Everyone knows he was in the Andaman cellular jail, sentenced by the British for transportation to life. He was a revolutionary when he began his activities for freedom. But once he was put in the Andaman jail, the first year itself, he wrote a mercy petition to the British. And subsequently, he wrote 3 more petitions to the British. Please release me. I promise you, I will stop all anti-British activities. I am prepared to serve you in any capacity if you will release me. This is on record. These 4 petitions are there in the National Archives of India. And after he came out of jail, he said, now my fight is against Muslims, not against British. He kept his word. He never participated in any anti-British activities after 1923 and concentrated his fire against Muslims, how to fight Muslims. This is the man today the BJP is saying should be given the Bharat Ratna. 1900 ഹിന്ദുത്വത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഇക്കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സവർക്കറെ കൂടി പരിശോധിക്കേണ്ടതാണ്. കാരണം സവർക്കറാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് പറയപ്പെടുന്നത്. 1923 അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ട്. അന്ന് അദ്ദേഹം, നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻഡമാൻ ജയിലിൽ അദ്ദേഹം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധേയമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. സവർക്കറുടെ ആദ്യഘട്ടം സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തിൽ അദ്ദേഹം ഒരു ധീര വിപ്ലവകാരി തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട ആൻഡമാനിൽ ചെന്ന് തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം ആദ്യത്തെ മാപ്പപേക്ഷ ബ്രിട്ടീഷ് സർക്കാരിന് കൊടുത്തു. ആ മാപ്പപേക്ഷ കൊണ്ട് തീർന്നില്ല. തുടർച്ചയായി 3 മാപ്പപേക്ഷകൾ വീണ്ടും ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അദ്ദേഹം കൊടുത്തു. 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ മാപ്പപേക്ഷയിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന്, ഞാൻ മോചിക്കപ്പെട്ടാൽ, എന്നെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം, ഞാൻ മോചിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭ്യർത്ഥന. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഉറപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഏത് തലത്തിലുള്ള സേവകനായിട്ടും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സേവകനായിട്ട് ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് അദ്ദേഹം രണ്ടാമത് കൊടുത്തത്. ഇങ്ങനെ 3 തവണ 4 തവണ ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം വിമോചിക്കപ്പെട്ടു. വിമോചിക്കപ്പെട്ട സവർക്കർ അദ്ദേഹത്തിന്റെ വാക്ക് പിന്നീട് പാലിച്ചു. ഒരു സന്ദർഭത്തിലും പിന്നീട് ആൻഡമാൻ ജയിലിൽ നിന്നും വിമോചിക്കപ്പെട്ട സവർക്കർ ഒരു സന്ദർഭത്തിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പരാമർശങ്ങളോ പ്രസംഗങ്ങളോ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും അദ്ദേഹം പ്രയോഗിച്ചത്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും എഴുത്തുകളും എല്ലാം അദ്ദേഹം നിറയൊഴിച്ചുകൊണ്ടേയിരുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം പാലിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് RSS മാറാൻ കാരണം എന്നത് നാം തിരിച്ചറിയണം. ഈ സവർക്കർക്ക് തന്നെയാണ് ഭാരത് രത്നം കൊടുക്കണം എന്ന് RSS ആവശ്യപ്പെടുന്നത് എന്നതും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. For the BJP and RSS, Savarkar's shameful conduct while being in the Andaman jail is not an issue. Because in that same Andaman jail, what is known as Kala Pani in those days, there were scores of prisoners who were sent there because of their participation in the freedom struggle, who became communists there. Some of them were there in the CPIM till a few years ago. If you had gone 6-7 years ago to the State Committee office of the CPIM in West Bengal, the office secretary was one Comrade Subodh Roy.
who was sent to the Andaman jail at the age of 16 for participating in the Chittagong armory raid. And he has written a book about how they started reading Marxism and formed the Communist Consolidation Group in Andaman jail, in which there were 30 people. All of them later on came back and worked in the Communist Party. One of them was a CPM MP later, Ganesh Ghosh. Another was another CPM leader, Satish Pakrashi, in West Bengal. Subodh Roy. Scores of them. They spent 10 years, 12 years in Andaman jail, but they never gave any mercy petition, never gave any surrender petition that we will stop work, political activity or anti-British activity. They spent their time in jail, came back and worked for the Communist Party. BJPക്കും RSSനും സവർക്കർ മാപ്പെഴുതി കൊടുത്തതും ഇങ്ങനെ ചെയ്തതും ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ ഒരു കാര്യം അറിയണം, അന്നത്തെ ആൻഡമാൻ ജയിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് അതിന്റെ പേര് കാലാപാനീയമായിരുന്നു. ആ കാലാപാനിയിൽ ലക്ഷക്കണക്കിന് തടവുകാർ അന്ന് ഇദ്ദേഹം വിമോചിക്കപ്പെടുമ്പോൾ അവിടെയുണ്ട്. കുറച്ചാളുകൾ ആ സന്ദർഭത്തിൽ അപ്പോഴും അവിടെയുണ്ട്. അവരിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു. നമ്മുടെ CPM-ന്റെ കാര്യമെടുത്താൽ ഈ അടുത്തുവരെ അവരിൽ പലരും നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പശ്ചിമ ബംഗാൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെന്നാൽ അവിടെ ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സുബോധ് റോയ്. അദ്ദേഹം ഈ കാലാപാനിയിൽ കടന്നയാളാണ്. അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് കാലാപാനിയിൽ ഈ ആളുകൾ, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഈ പുള്ളികൾ ചേർന്ന് എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്ന്. അതിന്റെ ചരിത്രം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. 30 പേർ അന്ന് കാലാപാനിയിൽ പിന്നീട് ആ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ MP ആയി മാറിയ ഗണേഷ് ഘോഷ്, സതീഷ് പക്രാശി, അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മുടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരുന്ന ഒട്ടേറെ ആളുകൾ അന്നത്തെ ആൻഡമാൻ ജയിലിൽ കാലാപാനിയിൽ കടന്നിരുന്നു. 10, 12 മുതൽ അല്ലെങ്കിൽ 15 കൊല്ലത്തോളം ആ ജയിലിൽ അവർ കടന്നിരുന്നു. പക്ഷെ ഒരു സന്ദർഭത്തിലും കമ്മ്യൂണിസ്റ്റുകാർ സവർക്കർ ചെയ്തതുപോലെ ഒരു മാപ്പപേക്ഷ ചരിത്രത്തിന്റെ ഒരു സന്ദർഭത്തിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്തിരുന്നില്ല എന്നതും നാം ഈ സന്ദർഭത്തിൽ കാണേണ്ടതാണ്. So today, this is the paradoxical situation that after 73 years of independence, we have rulers in India who are actually not participating in the freedom struggle, who did not share the values of the freedom struggle, who have worked throughout their life in the RSS, which wants to establish a Hindu Rashtra, which is against the democratic secular values of our republic. They have become the rulers of our country. And what is the nature of this government and regime that we have today? It is, of course, a government run by the RSS and the Hindutva followers. But that is not all. This Hindutva RSS combined is in nexus, in alliance with the corporates and big business of India and foreign capital. It is this fusion of Hindutva and corporate capital which is today ruling our country and controlling all the resources of our country. 73 വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ദിശാസന്ധി രൂപം കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഘട്ടത്തിലും പങ്കെടുക്കാതിരുന്ന, സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളിൽ ഒരിക്കലും വിശ്വസിക്കാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, RSSൽ പ്രവർത്തിച്ചു എന്നത് മാത്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൈകളിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം എത്തിയിരിക്കുന്നു. അവരുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഉണ്ട്. അത് തീർച്ചയായും നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവത്തിന് ഘടകവിരുദ്ധമാണ്. പക്ഷെ അത് മാത്രമാണോ ഈ സർക്കാരിന്റെ സ്വഭാവം? അല്ല.
ആ സർക്കാർ ഹിന്ദുത്വത്തെ പിന്തുണയ്ക്കുന്നു എന്നത് ശരിയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അവർ നമ്മുടെ രാജ്യത്തിന്റെ കോർപ്പറേറ്റ് വൻകിട കോർപ്പറേറ്റ് മൂലധനവുമായി അവർക്ക് സഖ്യമുണ്ട്, സന്ധിയുണ്ട്. ആ വൻകിട മൂലധനമാണ്, അതിൽ ബഹുരാഷ്ട്ര കമ്പനികൾ പോലും ഉൾക്കൊള്ളുന്ന ഈ വൻകിട കോർപ്പറേറ്റ് മൂലധനമാണ് നമ്മുടെ രാജ്യത്തിന്റെ BJP ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രസക്തമായ പ്രശ്നം എന്നുള്ളത്. Today our country is witnessing a serious economic situation. Our country's economy is in recession. A recession which is causing loss of jobs in lakhs in various sectors of the economy. All of you know that the automobile sector, already 3.5 lakh jobs have been cut in the automobile sector. Similarly, in the construction industry, in textiles, in various other sectors, this economic slowdown has led to massive loss of jobs. This economic slowdown and recession has actually deepened the agrarian crisis and rural distress to the extent that the biggest biscuit manufacturing company in India, Parle's, they made a statement that their 5 rupees packet of biscuits costs only 5 rupees. Sales of that has gone down in the rural areas. People are not able to afford even 5 rupees biscuit packet. The purchasing power of the poor, the rural people, the urban poor has come down drastically. So there is no demand in the economy. On one hand there is unemployment, the other hand there is stagnation or falling value of wages, and therefore the purchasing power of the people has come down. And that is affecting all sectors of the economy. Why has this happened? It is because of the Modi government's policies. Policies in favor of the corporates, policies in favor of foreign capital, and policies which are determined by the interests of a handful of favorite crony capitalists of Modi, whether it is Adani's, Ambani's, etc. This has led to this deep economic crisis in our country. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും തീവ്രമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയുള്ള വാർത്തകൾ എല്ലാ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ 3.5 ലക്ഷം പേർക്ക് ജോലി നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാകും. അവിടെ മാത്രമല്ല, നിർമ്മാണ മേഖലയിൽ, അതുപോലെ തുണിമിൽ വ്യവസായത്തിൽ, വിവിധ വ്യവസായങ്ങളിൽ തൊഴിൽ നഷ്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യം രൂക്ഷമാവുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക പ്രശ്നത്തെയും കാർഷിക പ്രതിസന്ധിയെയും കൂടുതൽ തീവ്രമാക്കുകയാണ്. അത് വെളിവാക്കുന്നൊരു കാര്യമാണ് പാർലെ കമ്പനി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ബിസ്ക്കറ്റ് കമ്പനി. അവർ പറയുകയുണ്ടായി, പത്രങ്ങളോട് പറയുകയുണ്ടായി, 5 രൂപ മാത്രം വില വരുന്ന അവരുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങാൻ പോലും, അതിന്റെ ഒരു വിൽപ്പന പോലും താഴേക്ക് വന്നിരിക്കുന്നു. ഒരുപാട് അത് വാങ്ങാൻ പോലും ജനങ്ങളുടെ കയ്യിൽ പണമില്ല. പാവപ്പെട്ടവരുടെ കൈകളിലെ പണമില്ലായ്മ പ്രശ്നമായി മാറുകയാണ്. ചോദനം കുറഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യം തീവ്രമാകുകയാണ്. അതിന് കാരണം ഈ സാമ്പത്തിക നയങ്ങളാണ് എന്നത് നാം തിരിച്ചറിയണം. ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മ, മറ്റൊരു ഭാഗത്ത് തൊഴിലാളിയുടെ യഥാർത്ഥ വേതനം ചുരുങ്ങുന്നത്, ഇതെല്ലാം ചേർന്ന് വീണ്ടും ഈ പ്രതിസന്ധിയെ കൂടുതൽ മൂർച്ഛിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണക്കാരെന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്, കോർപ്പറേറ്റ് മൂലധനത്തിന്റെ താല്പര്യങ്ങളാണ്, വിദേശ മൂലധനത്തിന്റെയും താല്പര്യങ്ങളാണ്. കൈപ്പിടിയിൽ എണ്ണാൻ കഴിയുന്ന ഈ വിദേശ മുതലാളിമാരുടെയും കോർപ്പറേറ്റ് മുതലാളിമാരുടെയും പിടിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ. അതുകൊണ്ടാണ് അദാനിയും അംബാനിയുമാരും എല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഈ കൈപ്പിടിയിൽ ഒതുക്കുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ നിലപാടുകൾ മൂലം മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ സാമ്പത്തിക പ്രയാസത്തെ നേരിടുകയാണ്. How is the Modi government meeting this crisis? They are adopting 2 methods. Both will not help to solve the crisis but will only further worsen the crisis. The first is they are giving more and more concessions to the corporates and foreign capital. You must have heard about the tax cut. The corporate tax has been
reduced from 30% to 22%. By that, the government has given up revenue worth 1.45 lakh crores, 1,45,000 crores. Revenue has been given up by the government. They say this will help to boost the economy. But this money won't help to, this money